അപ്പോൾ ഞങ്ങളുടെ ദേശപ്പൂരം കാണാൻ വേണ്ടി പോവുകയാണ്. 7 ദിവസത്തെ പരിപാടി ഉണ്ടായിരുന്നു. അതിലത്തെ ഒരു ദിവസമാണ് ഞങ്ങൾ പോയത്, പൂരത്തിൻ്റെ തലേ ദിവസം. പൂരത്തിനൊന്നും അങ്ങോട്ട് പോകാനേ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ തലേ ദിവസം പോയി കണ്ടിട്ട് വരാൻ വിചാരിച്ചു. നല്ല തിരക്കായിരുന്നു. ഞങ്ങൾ പോണോടത്ത് മൊത്തത്തിൽ ഈ പൂരമായതുകൊണ്ട് പാർക്ക് ചെയ്യാൻ പോലും ഒരു തുള്ളി സ്ഥലം ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ കിട്ടിയ സ്ഥലത്ത് പാർക്ക് ചെയ്ത് പോണ വഴിക്കാണെങ്കിൽ നിറച്ചും കച്ചവടക്കാരായിരുന്നു മീനിൻ്റെ. ഈ പൂരം എന്ന് പറയുന്നത് മെയിനായിട്ട് മീൻ പൂരം എന്നാണ്, കാരണം മീനാണ് അവിടെ പ്രധാനം. അങ്ങനെ ഞങ്ങൾ പോണ വഴിക്ക് കുട്ടികളുടെ ചെറിയ എന്തോ പരിപാടി ഉണ്ടായിരുന്നു അവിടെ, ഞാൻ ശ്രദ്ധിച്ചില്ല കറക്റ്റായിട്ട്. പിന്നെ നമ്മൾ പൂരത്തിന് പോകുന്നത് മെയിനായിട്ട് ഐസ്ക്രീം കഴിക്കാനാണല്ലോ. അങ്ങനെ ഞങ്ങൾ ആദ്യം ഐസ്ക്രീം മേടിക്കാനാണ് ഞങ്ങൾ ഓടിയത്. കാരണം അമ്പലത്തിൽ തായമ്പക നടക്കുന്നതുകൊണ്ട് അങ്ങോട്ട് അടുക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ആദ്യം ഐസ്ക്രീം മേടിക്കാൻ വന്ന് എന്നിട്ടാണ് അമ്പലത്തേക്ക് പോയത്. പിന്നെയാണെങ്കിൽ പോരാൻ നേരത്താണ് വരവുണ്ടെന്ന് അറിഞ്ഞത്. ഏകദേശം 6 വരവ് എങ്ങാനും ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞു കേട്ടത്. അങ്ങനെ ഞങ്ങൾ 2 വരവ് കണ്ടിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോരാൻ വേണ്ടി നിന്ന്. പിന്നെയാണെങ്കിൽ കുറേ കച്ചവടക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ ഒന്നും പോലും അതിന് മേടിച്ചില്ല. ഐസ്ക്രീം തിന്നാനാണ് മെയിനായിട്ട് പോണത്. പിന്നെ പോണ വഴിക്ക് വേറൊരു വരവും കൂടെ കണ്ട്. അങ്ങനെ അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു. അപ്പോൾ അത്രേ ഉള്ളൂ ഗായ്സ്, ബൈ ബൈ.